വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് റീഡ് ആൻഡ് റൈഡ്. ഇന്നും തീർച്ചയായിട്ടും ഒരു മൂവി റിവ്യൂ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്സിൻ്റെ റിവ്യൂ, അത് ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും ഒരു മൂവി റിവ്യൂ ആണ്. ഇതിനിടയ്ക്ക് സിനിമകൾ കാണുന്നുണ്ട്, പക്ഷേ പലതിനും റിവ്യൂ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എന്നാലും ദിസ് മൂവി ഇസ് എ ജം. പറയാതെ വയ്യ, റിവ്യൂ ചെയ്യാതെ വയ്യാത്ത അവസ്ഥയുള്ളൊരു സിനിമയാണ് ഇന്ന് ഞാൻ കണ്ടത്. സിനിമയുടെ പേര് ബാലൻ ദ ബോയ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാകും സിനിമയെ പറ്റി. ഈ സിനിമയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വേറൊരു ഡീറ്റെയിലോട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ ആദ്യം കൈയടി കൊടുക്കാൻ പോകുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി, നമ്മുടെ ആക്ടർ ഗണപതി. പുള്ളി കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് മഞ്ഞൾ ബോയ്സിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഗണപതിക്ക് ഞാൻ എന്തിന് കൈയടി കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ആ സിനിമ, ഈ ബാലൻ ദ ബോയ് എന്ന സിനിമയിലെ കാസ്റ്റിംഗ് വൺ ഓഫ് ദ പെർഫെക്റ്റ്. ഈ അടുത്ത് കണ്ടതിലെ ഏറ്റവും മികച്ച കാസ്റ്റിംഗാണ് ബാലൻ ദ ബോയിലുള്ളത്. ശരിക്കും അവർ അഭിനയിക്കുന്നത് കാണുമ്പോഴേ, താരങ്ങൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടുകയാണ്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ആ ഫസ്റ്റ് ഫിലിമാണ് ഇവരുടെയൊക്കെ. ആ ആദിശേഷം എന്ന് പറയുന്ന കൊച്ചു കുട്ടി തൊട്ട് ഈവൻ ഒരു അമ്മമ്മയുണ്ട്, അവർ വരെ എന്ത് മനോഹരമായ രീതിയിലാണ് ആ കാസ്റ്റിംഗ്. ഇവിടെ തപ്പിയെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത്ര മനോഹരമായ കാസ്റ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗണപതിക്ക് ഒരു സല്യൂട്ട്, ഫസ്റ്റ് പറയാതെ വയ്യ. ദെൻ നമ്മൾ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ദ ക്രാഫ്റ്റ്മാൻ, ദ സിനിമയുടെ എല്ലാമായ ഡയറക്ടർ ചിദംബരം മഞ്ഞുമൽ ബോയ്സും ജാനേമനും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. മഞ്ഞുമൽ ബോയ്സ് വലിയ ഹിറ്റൊക്കെ അടിച്ചെങ്കിലും അവരെപ്പോഴും ചിലർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും അല്ല, ചിദംബരമൊക്കെ ഓവർ റേറ്റഡ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ബാലൻ എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം. നമ്മുടെ പുതിയ യുവ സംവിധായകരുടെ കയ്യിലെ മലയാള സിനിമ ഭദ്രമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അത്ര മനോഹരമായ സൂപ്പർ ഫിലിം, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു അമ്മയും മോനും തമ്മിലുള്ള ഒരു ലൈഫാണ് മെയിനായിട്ട് അതിൽ കാണിക്കുന്ന പ്ലോട്ട്. ഞാൻ പ്ലോട്ടിലോട്ടൊന്നും ഒരുപാട് പോകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ടിലോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് സ്പോയിലറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കഥ എന്തായാലും പറയുന്നില്ല. കാര്യം നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പ്രതീക്ഷ, അതായത് ഒന്നും വായിക്കാതെ, ഒരു കഥ ഓൺലൈൻ പോലും വായിക്കാതെ പോയി സിനിമ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ രസിപ്പിക്കാൻ പോകുന്നത് പടം. കാര്യം നമ്മളത് ഇല്ലേ, ഈയിടെ മോഹിനിയാട്ടത്തിൽ ദേവിജി പറയുന്ന പോലെ ഇന്നായിക്കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. അതുപോലെ നമ്മളത് സിനിമയിൽ ആ 2-2.5 മണിക്കൂറിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ ശരിക്കും ഇമ്പ്രസ് ചെയ്യിക്കുന്നുണ്ട് ആ സിനിമ. ആ ഒരു രീതിക്ക് തന്നെ പോകുന്ന, എസ്പെഷ്യലി നമ്മൾ പെർഫോമൻസ് വൈസ് നമ്മൾ എടുത്തു പറയാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദിശേഷ്, ആ പയ്യൻ എവിടെ ആയിരുന്നു മോനെ നീ ഇത്രയും കാലം അങ്ങനെ ചോദിക്കേണ്ടി വരും. കാര്യം അത്രയും കാലം എന്ന് പറയാൻ കൊച്ചു പയ്യനാ, ഒരു 5 വയസ്സോ 6 വയസ്സോ ഉണ്ടോ, അത് 10 വയസ്സിൽ താഴെയുള്ളൂ കുട്ടി. പക്ഷെ പെർഫോമൻസ് ദൈവമേ പറയാതെ വയ്യ. ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കും നമ്മളെ ഞെട്ടിക്കും. അങ്ങനത്തെ പെർഫോമൻസാണ് ആ പയ്യനത് പടത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സിനിമയിൽ ഞാൻ ചില സീനൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു തിയേറ്ററിൽ, എന്താ ഈ പയ്യൻ ചെയ്തിരിക്കുന്നത്. അവൻ്റെ നമ്മൾ ഈ പറയത്തില്ലേ, ഫഹദ് ഫാസിൻ്റെ മോഹൻലാലിൻ്റെയൊക്കെ കണ്ണിൻ്റെ ഐ ഷോട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള ഐസൊന്ന്, ഈ കൊച്ചു പയ്യൻ്റെ കണ്ണ് കാണണം, നമ്മൾ ഞെട്ടിപ്പോവും. ആ രീതിക്കാണ് അവൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളും വരുന്നത്. അവൻ്റെ പെർഫോമൻസ് പറയാതെ വയ്യ. ത്രൂ ഔട്ട് വളരെ മനോഹരമായ പെർഫോമൻസാണ്. രണ്ടാമത്തേതും അതേപോലെ തന്നെ എടുത്തു വളർന്ന് ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള സിനിമകളിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ പറ്റും, ഫർസാന പാൽത്തിങ്കലിൻ്റെ ആ ക്യാരക്ടർ എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരും അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ്, അത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാക്കുക. ആക്ച്വലി ആ ക്യാരക്ടർ ഇത്രയും ബോൾഡും സ്ട്രോങ്ങും ആയിട്ടൊരു ക്യാരക്ടർ റീസെൻറ്റ് ടൈംസ് ഞാൻ കണ്ടിട്ടില്ല. ഒരു മലയാള സിനിമയിൽ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയാൽ ഏറ്റവും ബോൾഡ് ആൻഡ് നമുക്കത് ഇതിൻ്റെ ട്രെയിലർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് വെച്ചാൽ ആ ഒരു ക്രീപ്പിനെസ് ഉണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഡയലോഗ്, ഒരുപാട് നെടുനീളം ഡയലോഗുകളൊന്നുമില്ല, പക്ഷേ ആ നോട്ടം, ആ ആറ്റിറ്റ്യൂഡ്, നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിലുള്ള പെർഫോമൻസാണ്. ഷീ ഡിസേർവ് മോർ മൂവീസ്. ഒരുപാട് സിനിമകൾ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് പുള്ളിക്കാരിക്കില്ല എത്തിച്ചേരട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ വേറൊരു ക്യാരക്ടറായിട്ടുള്ളത്, അതായത് ഇതിലെ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജീൻ പോൾ.
നമ്മുടെ നജീൻ പോൾ പുള്ളിയും ഒരു നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സിലൊക്കെ കണ്ടാണൊക്കെ ഒരു ആ ഷെയ്ഡല്ല, ഒരു വില്ലനാണ് പുള്ളി ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയ സിനിമയിലെ വില്ലൻ ലാലാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വേറെ കഥ. അതുകൊണ്ടാണ് എനിക്കിതൊന്നും തെളിച്ച് പറയാൻ പറ്റാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോയിലറായി പോകുന്ന ഒരു ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. ഓക്കെ. പിന്നെ ഈ ജീൻ പോളിൻ്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. അപ്പം പുള്ളിയുടെ ഒരു ചിരിയും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ക്രീപ്പിയാണ്. നമ്മൾ പുള്ളി ചിരിക്കിയ ഒരു നോട്ടവും ആ ഒരു ലെവലൊക്കെ വേറെയാണ്. ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇവരുണ്ട്, അതൊരു ഭയങ്കര രസമാണ്. പിന്നെ അതിലൊരു അമ്മമ്മ ക്യാരക്ടറുണ്ട്. അമ്മമ്മ വളരെ കുറച്ച് പോർഷൻസ് ഉള്ളൂ, പക്ഷേ വളരെ നൈസ് ഒരു ക്യാരക്ടറാണ്. വളരെ രസമുള്ളൊരു ക്യാരക്ടർ. നല്ല ഫണ്ണായിരുന്നു അവരുടെ ഒരു ത്രൂ ഔട്ട് ആ ക്യാരക്ടർ വന്നപ്പോൾ. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ടോവിനോയുടെ ക്യാരക്ടറുണ്ട്. ടോവിനോയുടെ ക്യാരക്ടർ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നാണ് അവർ പറയുന്നതെങ്കിലും അതിലൊരു ഗസ്റ്റായിട്ട് കൂട്ടാൻ പറ്റില്ല, കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു ക്യാരക്ടറാണ്. അതും ഇവനൊരു ക്യാരക്ടറുമായിട്ട് ബന്ധിപ്പിച്ച് പോകുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ ഈ ആദിശേഷൻ്റെ ക്യാരക്ടറായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഒരുപാട് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് മുഹമ്മദ് സിനാൻ്റെ അതായത് ഈ ബാലൻ, അതായത് ഈ ആദിശേഷൻ്റെ ക്യാരക്ടർ കുറച്ച് വലുതായതിനു ശേഷം കാണിക്കുന്ന ക്യാരക്ടറാണ് സിനാൻ്റെ ക്യാരക്ടർ. വളരെ അടക്കം, നല്ല നമ്മൾ കയ്യൊതുക്കമുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ക്യാരക്ടറുകളാണ്. അതാണ് പറഞ്ഞത് ഈ പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് ഞാൻ പറയുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് അത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ പെർഫോമൻസുകൾ നമ്മൾ ശരിക്കും ഞെട്ടിക്കുകയാണ്. ഓരോരുത്തരും വന്ന് പെർഫോം ചെയ്യുക. ഫസ്റ്റ് സിനിമ, അതുകൊണ്ടാണ് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നിങ്ങൾ ഈ പടം പോയി കാണണമെന്ന് ഞാൻ പറയുന്നത്. അവരുടെ പെർഫോമൻസ് ശരിക്കും ഞെട്ടി. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും നട്ടലായിട്ടുള്ള, ഇത് ഞാൻ ചിലപ്പോൾ ചിലർ വിട്ടുകൊണ്ടാകും, എന്നാലും ഇതിൽ ആ നട്ടലായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫോമൻസ് അല്ല, ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷിൻ്റെ മ്യൂസിക്കാണ്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇൻറ്റൻസും അതുപോലെ തന്നെ നമ്മളെ പിടിച്ചെടുത്തു. ഒരു ബീജിയം ഇങ്ങനെ വന്നുമ്പോൾ നമ്മൾ ശരിക്കും എന്താ ഇത് സംഭവിക്കാം, നെക്സ്റ്റ് നമ്മൾ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് സുഷിൻ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പാട്ടുകളാവട്ടെ എല്ലാം കുട്ടികളുടെ സോങ്ങുകൾ. അതിൽ ഒരു കണ്ടോ താക്കോൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഓൾറെഡി ഔട്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഓഡിയോ സോങ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു രസമാണ്. ആ ഒരു പോർഷൻ പോകുന്നത്, ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് അതൊക്കെ നല്ല രസമാണ്. അതുപോലെ ആ കുറേ ക്യാരക്ടേഴ്സ്. പിന്നെ ഇതിൻ്റെ നട്ടല്ലെന്ന് പറയാവുന്ന വേറൊരു കാര്യം ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റാണ്. നമ്മൾ ആവേശം കണക്കൊരു സിനിമ ചെയ്ത ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫുൾ ഫൺ മോഡ്, ആ രീതിക്ക് പോകുന്ന ഒരു തട്ടുപൊളിപ്പൻ. ഇതങ്ങനെ ഒരു സിനിമയല്ല. എൻ്റർലി ആ ഒരു ഫുള്ള് ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ആവശ്യത്തിൽ കണ്ട സ്ക്രിപ്റ്റ് അല്ല, അതിൽ നിന്നുള്ള ആ ജനറൽ തന്നെ ഫുള്ള് സ്ക്രിപ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിദംബരവും ഷൈജു ഖാലിദിൻ്റെ ഫ്രെയിംസ് വളരെ മനോഹരമായ ഫ്രെയിംസ്. നമ്മൾ ആ ഒരു പോർഷൻ ഉണ്ട്, അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുന്ന വയനാടാവട്ടെ, ആ ഒരു പോർഷൻസിലൊക്കെ ഓരോ ഫ്രെയിം കണ്ടാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത്ര മനോഹരമായ അടിപൊളിയായിട്ടുള്ള ഫ്രെയിംസ് എല്ലാം ത്രൂ ഔട്ട്. നമ്മൾ സിനിമ എടുത്ത് നോക്കി ഞങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വീക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര മനോഹരമായിട്ടാണ് അത് പ്ലേസ് ചെയ്ത് വളരെ ക്രാഫ്റ്റായിട്ടുള്ള അടിപൊളി ഒരു സിനിമയാണ് ബാലനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതും നമ്മൾ എപ്പോഴും എൻ്റർടൈൻമെൻറ്റ്, അതായത് ഈ തട്ടുപൊളിപ്പൻ സിനിമകൾ, അടിച്ചുപൊളി സിനിമകളിലെ ഫ്രാഞ്ചൈസിയൊക്കെ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് നമ്മൾ ക്രാഫ്റ്റുള്ള സിനിമക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഇത് കാണുമ്പോൾ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടെ ഓഡിയൻസിലേക്ക് ഇത് എത്തേണ്ടതുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബാലൻ അത്ര നല്ലൊരു സിനിമയാണ്. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക, അനുഭവിക്കുക, എൻജോയ് ചെയ്യുക. അത്ര മനോഹരമായ സിനിമയാണ് ബാലൻ ദ ബോയ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല. തീർച്ചയായും തിയേറ്ററിൽ പോയി കാണും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ ബാലൻ എന്ന് പറയുന്ന സിനിമ. Go and watch and enjoy in a good theater with a good audience. Thank you very much.